PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ കൃത്യമായി അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ഏകദേശം 15 വീഡിയോസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്തിട്ടുണ്ട്. 200 ഡേ ചലഞ്ച് രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരുക. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്? പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ കേരള ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി, കേരളവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജില്ലകളും അതിൻ്റെ സവിശേഷതയും, കേരളത്തിലെ ജില്ലകളും സവിശേഷതകളുമാണ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ജില്ല തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തലസ്ഥാനം മുതൽ തിരുവനന്തപുരം, പിന്നെ എന്തൊക്കെ ജില്ലകളുണ്ട്? 14 ജില്ലകളുണ്ടല്ലേ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ 14 ജില്ലകളാണ് നമുക്കുള്ളത്. തിരുവനന്തപുരം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ സവിശേഷതകളാണ് ഇന്നത്തെ ക്ലാസ് മുതൽ, ജില്ലകളുടെ സവിശേഷതകളുമാണ് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ജില്ലയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. നിലവിൽ വന്നത്, തിരുവനന്തപുരം ജില്ല നിലവിൽ വരുന്നത് 1949 ജൂലൈ 1-ാം തീയതിയാണ്. എന്നാണ് 1949 ജൂലൈ 1-ാം തീയതിയാണ് തിരുവനന്തപുരം ജില്ല നിലവിൽ വരുന്നത്. ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 16, താലൂക്കുകൾ 6. അപ്പോൾ ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 16, താലൂക്കുകൾ 6 എന്നിങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ളത്. കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലമാണ് ഏത്? തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള ജില്ല കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല, കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 16, താലൂക്കുകൾ 6. അപ്പോൾ നിലവിൽ വന്നത് എന്നാണ്? 1949 ജൂലൈ 1-ാം തീയതിയാണിത് നിലവിൽ വന്നേക്കുന്നത്. അതായത് തിരുവനന്തപുരം ജില്ല നിലവിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ റേഡിയോ നിലയം നിലവിൽ വന്ന തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരത്താണ്. ജനമൈത്രി സുരക്ഷാ പദ്ധതി ആരംഭിച്ച ആദ്യ ജില്ല തിരുവനന്തപുരമാണ്. ആദ്യ ലോക അദാലത്ത് സ്ഥാപിതമായിട്ടുള്ള ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളത് തിരുവനന്തപുരത്താണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കുടുംബശ്രീ യൂണിറ്റുകൾ കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്. ആദ്യ റേഡിയോ നിലയം വരുന്നത് തിരുവനന്തപുരത്താണ്. ദൂരദർശൻ കേന്ദ്രം, ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം നിലവിൽ വരുന്ന തിരുവനന്തപുരത്താണ്. ജനമൈത്രി സുരക്ഷാ പദ്ധതി ആരംഭിച്ച ആദ്യ ജില്ല തിരുവനന്തപുരമാണ്. ആദ്യ ലോക അദാലത്ത് സ്ഥാപിതമായിട്ടുള്ള ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. ആദ്യ സർവകലാശാല, കേരളത്തിലെ ആദ്യ സർവകലാശാല തിരുവനന്തപുരത്താണ്. ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ്. ആദ്യ ആയുർവേദ കോളേജ്, ആദ്യ വനിതാ കോളേജ്, ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, ആദ്യത്തെ സംസ്കൃത കോളേജ് എല്ലാം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ല. ഏതൊക്കെയാണ്? ആദ്യ സർവകലാശാല, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ ആയുർവേദ കോളേജ്, ആദ്യ വനിതാ കോളേജ്, ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, ആദ്യത്തെ സംസ്കൃത കോളേജ് എല്ലാം നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് ഈ പറഞ്ഞിട്ടുള്ള സർവകലാശാല, മെഡിക്കൽ, ആയുർവേദ, വനിത, എഞ്ചിനീയറിംഗ്, സംസ്കൃത കോളേജുകളെല്ലാം നിലവിൽ വന്നിട്ടുള്ളത്.
ജനമൈത്രി സുരക്ഷാ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല. ജനമൈത്രി സുരക്ഷാ പദ്ധതി ആദ്യമായിട്ട് ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മൃഗശാല വരും തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ മ്യൂസിയം വരും തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിൽ നിലവിൽ വരുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ അനിമേഷൻ പാർക്ക് നിലവിലുള്ള തിരുവനന്തപുരത്താണ്. ആദ്യത്തെ മാജിക് അക്കാഡമി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മാജിക് അക്കാഡമി തിരുവനന്തപുരം ജില്ലയിലാണ്. അനിമേഷൻ പാർക്ക് ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നത്. ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ മൃഗശാലയും തിരുവനന്തപുരം ജില്ലയിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ജനമൈത്രി സുരക്ഷാ പദ്ധതി ആരംഭിച്ച ആദ്യ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നിലവിൽ വരുന്ന തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ നിന്നാണ്? തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. കേരളത്തിലെ കൊട്ടാരങ്ങളുടെ നഗരമെന്നും പ്രതിമകളുടെ നഗരമെന്നും അറിയപ്പെടുന്നു. കൊട്ടാരങ്ങളുടെ നഗരമെന്നും കേരളത്തിൽ പ്രതിമകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരമാണ്. ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പുകയില പരസ്യ വിമുക്ത ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക്, ആദ്യത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ തിരുവനന്തപുരം അറിയപ്പെടുന്നതിനാണ് കേരളത്തിലെ കൊട്ടാരങ്ങളുടെ നഗരം അല്ലെങ്കിൽ പ്രതിമകളുടെ നഗരം എന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത്. ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ലയും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. കേരളത്തിൽ തെക്കേ അറ്റത്തുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഉള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഓരോ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നാണ് കേട്ടോ. ഇനി തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. തെക്കേ അറ്റത്തുള്ള നഗരസഭയും ഏത് തന്നെയാണ്? നെയ്യാറ്റിൻകര തന്നെയാണ്. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ബാലരാമപുരം. പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതായിരുന്നു? വിഴിഞ്ഞമായിരുന്നു പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്നത്. വിഴിഞ്ഞം, ബാലരാമപുരം, നെയ്യാറ്റിൻകരയ്ക്ക് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ കേരള തെക്കേറ്റത്തുള്ള താലൂക്ക്, തെക്കേറ്റത്തുള്ള നഗരസഭ നെയ്യാറ്റിൻകരയാണ്. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകരയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ബാലരാമപുരമാണ്. പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? അത് വിഴിഞ്ഞമാണ്. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ്. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച എവിടെയാണ്? വിഴിഞ്ഞത്താണ്. കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിഴിഞ്ഞമാണ്. കേരളത്തിൽ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം നടന്ന സ്ഥലം വെങ്ങാനൂരാണ്. കേരളത്തിലെ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം വർക്കലയാണ്. അപ്പോൾ കേരളത്തിൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ്. കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം നടക്കുന്നത് വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്തും വെങ്ങാനൂരാണ്. കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിഴിഞ്ഞമാണ്. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച സ്ഥലം ഏതാണ്? അത് വിഴിഞ്ഞമാണ്. കേരളത്തിൽ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ആണ് വെങ്ങാനൂരാണ്. കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം നടന്ന സ്ഥലം വെങ്ങാനൂരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കർഷക തൊഴിലാളി സമരം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എല്ലാവർക്കും അറിയാം, എവിടെയാണത്? തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപ കേന്ദ്രം തുമ്പയാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഏത്? തുമ്പ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. പ്രാചീന കാലത്ത് ബലിത എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വർക്കല. സ്ഥലം ഏതായിരുന്നു? വർക്കലയായിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം നടക്കുന്നത് വെങ്ങാനൂരാണ്. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും തുമ്പയാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. പ്രാചീന കാലത്ത് ബലിത എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്? വർക്കല എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ പൂജപ്പുരയാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ എന്ന് പറയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലാണ്. കേരളത്തിലെ ആദ്യ മാജിക് അക്കാഡമി സ്ഥാപിതമായിട്ടുള്ള സ്ഥലം പൂജപ്പുരയാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അക്കുളമാണ്. അക്കുളത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗാസ്ത്യർകൂടം. അഗാസ്ത്യർകൂടം ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി തുറന്ന ജയിൽ പൂജപ്പുരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ എന്ന് പറയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലാണ്. കേരളത്തിൽ ആദ്യം മാജിക് അക്കാദമി സ്ഥാപിതമായത് പൂജപ്പുരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അക്കുളമാണ്. ദക്ഷിണ കേരളത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അഗാസ്ത്യർകൂടമാണ് ദക്ഷിണ കേരളത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ട് പറയുന്നത്. കേരളത്തിൽ ആദ്യ കീടനാശിനി പരിശോധന ആരംഭിച്ച സ്ഥലം വെള്ളായണിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കീടനാശിനി പരിശോധന സ്ഥലം. ഇതൊക്കെ എവിടെയാണ്? ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്താണ് കേട്ടോ. അതുപോലെ കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തോന്നയ്ക്കലിലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലമാണേത്? പാറശാല. തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശാലയാണ്. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറിയാണ് കാട്ടാക്കട ട്രഷറിയിലാണ് കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? എല്ലാവർക്കും അറിയാം, പട്ടത്താണല്ലേ. പട്ടത്തിലാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ കേരളത്തിലെ ആദ്യ കീടനാശിനി പരിശോധന കേന്ദ്രം ആരംഭിച്ചത് വെള്ളായണിയാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. കേരളത്തിന് തെക്കേ അറ്റത്തുള്ള നിയമസഭാ മണ്ഡലം പാറശാല. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കടയാണ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടമാണ്. ഇനി തിരുവനന്തപുരം ജില്ല ആസ്ഥാനമായിട്ടുള്ളവ എന്തൊക്കെ കാര്യങ്ങളിലാണ് തിരുവനന്തപുരം ജില്ല ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് മത്സ്യഫെഡ്, കേരഫെഡ്, സെറിഫെഡ്. മത്സ്യഫെഡ്, കേരഫെഡ്, സെറിഫെഡ്. അപ്പോൾ മത്സ്യഫെഡ്, കേരഫെഡ്, സെറിഫെഡ് എന്ന് പറയുന്ന എല്ലാം എവിടെയാണ്? അതിൻ്റെയൊക്കെ തലസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് കരകൗശല വികസന കോർപ്പറേഷൻ, കുമാരനാശാൻ സ്മാരകം, മഹാകവി ഉള്ളൂർ സ്മാരകം, ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, കേന്ദ്ര മണ്ണു പരിശോധനാ കേന്ദ്രം, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങിയവ എല്ലാത്തിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മത്സ്യഫെഡ്, കേരഫെഡ്, സെറിഫെഡ്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് കരകൗശല വികസന കോർപ്പറേഷൻ, കുമാരനാശാൻ സ്മാരകം, മഹാകവി ഉള്ളൂർ സ്മാരകം, ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, കേന്ദ്ര മണ്ണു പരിശോധനാ കേന്ദ്രം, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവ എല്ലാത്തിനും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ലക്ഷ്മി ഫൈനാൻഷ്യൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ്, നബാർഡിൻ്റെ കേരള ആസ്ഥാനം, റിസർവ് ബാങ്കിൻ്റെ കേരള ആസ്ഥാനം, കേരള വനം വകുപ്പ് ആസ്ഥാനം, കേരള ലൈഫ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSRTC, കേരള സർവകലാശാല, മിൽമ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എന്നിവയുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരമാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ലക്ഷ്മി ഫൈനാൻഷ്യൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ്, നബാർഡിൻ്റെ കേരള ആസ്ഥാനം, റിസർവ് ബാങ്കിൻ്റെ കേരള ആസ്ഥാനം, കേരള വനംവകുപ്പ് ആസ്ഥാനം, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSRTC, കേരള സർവകലാശാല, മിൽമ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എന്നിവയുടെ എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ കുറേ കാര്യങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാം പാർട്ട് 1 വീഡിയോ കാണുക. അതിനുശേഷം പാർട്ട് 2 ആയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിനി പാർട്ട് 3 ഇത് വീഡിയോ ആയിരിക്കും തിരുവനന്തപുരം, പിന്നെ കൊല്ലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 14 ജില്ലകളെയും മാക്സിമം എല്ലാ പോയിന്റും വെച്ച് കവർ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ നമ്മുടെ എക്സാം ചലഞ്ച് വീഡിയോസും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാം ചലഞ്ച് വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് കറക്റ്റായിട്ട് ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവർ അത് ഫോളോ ചെയ്ത് പോവുക. ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ചലഞ്ച് വീഡിയോയിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് കാറ്റഗറി 3 സോഷ്യൽ സയൻസ്, കാറ്റഗറി 2 സോഷ്യൽ സയൻസ്, കാറ്റഗറി 3 മലയാളം, അതുപോലെ ഡിഗ്രി പ്രിലിംസ്, പിന്നെ എന്താണ് LP UPനൊക്കെ ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്.
അതിൻ്റെയൊക്കെ ലിങ്ക്, അതുപോലെ PSC അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന PSCയുടെ നിരന്തരം വാർത്തകളും കറണ്ട് അഫേഴ്സും ലഭിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടി നമുക്കുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ള ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.